നമസ്കാരം. ഇന്ന് ഗണിതം എന്ന ഭാഷയെപ്പറ്റി ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു. എന്താണ് ഭാഷ? ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന വാക്കുകളും ശബ്ദങ്ങളും സമാനമായ മറ്റുപാധികളുമാണ് ഭാഷ. മാതൃഭാഷയാണ് എല്ലാവരും ആദ്യം പഠിക്കുക. പിന്നീട് വളരുകയും വിദ്യാഭ്യാസം നേടുകയും ചെയ്യുമ്പോൾ മറ്റ് പല ഭാഷകളും നമ്മൾ ഓരോരുത്തരും സ്വായത്തമാക്കുന്നു. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, തമിഴ്, സംസ്കൃതം എന്നിങ്ങനെ നമുക്ക് സുപരിചിതങ്ങളായ ഭാഷകൾ പോലെ ഗണിതത്തെയും ഒരു ഭാഷയായി കണക്കാക്കാം. എന്ന് പറയുമ്പോൾ അതിൽ തെല്ലൊരു അതിശയം തോന്നാം. എന്നാൽ ഒരർത്ഥത്തിൽ ഗണിതവും ഒരു ഭാഷ തന്നെയാണ്. വാക്കുകൾക്ക് പകരം സംഖ്യകളും ചിഹ്നങ്ങളും രൂപങ്ങളും ഒക്കെയാണ് ഗണിതമെന്ന ഭാഷയുടെ അടിസ്ഥാനം. സംഖ്യകൾ എന്ന് പറയുമ്പോൾ 10 അക്കങ്ങൾ, ആ അക്കങ്ങളാണ് ഗണിതത്തിൻ്റെ അക്ഷരങ്ങൾ. വ്യക്തമായ രീതിയിൽ ആശയവിനിമയം സാധിക്കത്തക്ക തരത്തിൽ വാക്കുകളെ തമ്മിൽ കോർത്തിണക്കി കൃത്യമായ അർത്ഥമുള്ള വാചകങ്ങളാക്കുന്നതിന് ചില നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഈ നിയമങ്ങളെ പൊതുവായി വ്യാകരണമെന്ന് പറയുന്നു. ഗണിതമെന്ന ഭാഷയ്ക്കും അതിൻ്റേതായ ഒരു വ്യാകരണം ഉണ്ട്. ആശയങ്ങൾ വിശദമാക്കുന്നതിന് സംഖ്യകളെയും ചിഹ്നങ്ങളെയും രൂപങ്ങളെയും തമ്മിൽ കോർത്തിണക്കുകയും അവയെ വേർതിരിക്കുകയും ചെയ്യുന്നതിനായി കൃത്യമായ ചില നിയമങ്ങൾ ഗണിതം എന്ന ഭാഷയിൽ പാലിക്കേണ്ടതുണ്ട്. മനുഷ്യന് ബുദ്ധിവികാസം ആരംഭിച്ച കാലം മുതൽക്കേ ഗണിതം അവൻ്റെ നിത്യജീവിതത്തിൻ്റെ അഭിവാജ്യ ഘടകമായിരുന്നു. ശാസ്ത്ര സാങ്കേതിക രംഗം ഏറെ വികസിച്ച ഇക്കാലത്താവട്ടെ ഗണിതത്തെ ആശ്രയിക്കാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുകയില്ല. എല്ലാ ശാസ്ത്രങ്ങളുടെ അടിസ്ഥാനം ഗണിതമാണ്. അതുകൊണ്ട് ഗണിതത്തെ ശാസ്ത്രങ്ങളുടെ രാജാവെന്നും ശാസ്ത്രങ്ങളുടെ മാതാവെന്നും വിശേഷിപ്പിക്കുന്നു. അതേസമയം എല്ലാ ശാസ്ത്രങ്ങളുടെയും ദാസനുമാണ് ഗണിതം. ഭൗതിക മേഖലയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും അവയെ നിയന്ത്രിക്കുന്നതിനുമായി പലവിധത്തിലുള്ള പരീക്ഷണങ്ങൾ ശാസ്ത്രജ്ഞർ നടത്തുന്നുണ്ട്. പ്രപഞ്ചത്തിലെ ഇത്തരം സങ്കീർണമായ പ്രതിഭാസങ്ങളെ സൂക്ഷ്മമായ രീതിയിൽ വിശകലനം ചെയ്ത് അതിൻ്റെ രാസമാറ്റങ്ങൾ, അതിൻ്റെ ഘടനകളൊക്കെ മനസ്സിലാക്കാൻ വ്യക്തമായ ഒരു ശാസ്ത്ര ഭാഷയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഗണിത ഭാഷയുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ ശാസ്ത്ര തത്വങ്ങളും മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയുകയുള്ളൂ. പ്രായോഗിക തലത്തിൽ ശാസ്ത്രം ഉപയോഗിക്കാനും ഗണിതം വേണം. ഉറപ്പുള്ളതും മനോഹരമായ വീടുണ്ടാക്കുവാനും പ്രവർത്തനക്ഷമമായ ഒരു യന്ത്രം രൂപകൽപ്പന ചെയ്യുവാനും ഗണിതത്തിൻ്റെ സഹായം അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ വീടുകളിലെല്ലാം ഭക്ഷണം പാചകം ചെയ്യുന്നുണ്ട്. അതിലും ഒരു ഗണിതം ഒളിച്ചിരിപ്പുണ്ട്. ഗണിതശാസ്ത്രത്തിന് പല ഉപശാഖകളുണ്ട്. ആ ഉപശാഖകളിൽ പ്രധാനപ്പെട്ടത് അംഗഗണിതമാണ്. അരിത്തമാറ്റിക്, പോസിറ്റീവ് പൂർണ്ണസംഖ്യകൾ, നെഗറ്റീവ് പൂർണ്ണസംഖ്യകൾ, ഭിന്നസംഖ്യകൾ, അഭിന്നസംഖ്യകൾ തുടങ്ങിയവയുടെ ചതുഷ്ക്രിയകൾ, അതായത് സങ്കലനം, വ്യവകലനം, ഗുണനം, ഹരണം എന്നീ 4 ക്രിയകളും അതിൻ്റെ നിയമങ്ങളുമാണ് അംഗഗണിതത്തിൻ്റെ അടിസ്ഥാനം. സംഖ്യകളുടെ വർഗം, വർഗമൂലം, ഘനം, ഘനമൂലം, ദശാംശ സംഖ്യകളുടെ ക്രിയകൾ എന്നിവയും അംഗഗണിതത്തിൽ വരുന്നു. അംഗഗണിതം പോലെ മറ്റൊരു ശാഖയാണ് ബീജഗണിതം, ആൾജിബ്ര. ചരങ്ങൾ അഥവാ സിംബൽസ് ഉൾപ്പെടുന്ന വാചകങ്ങളും സമവാക്യങ്ങളുമാണ് ബീജഗണിതത്തിൻ്റെ പരിധിയിൽപ്പെടുന്നത്. അംഗഗണിതത്തെയും ബീജഗണിതത്തെയും പോലെ മറ്റൊരു ശാഖയാണ് ജ്യാമിതി, ജോമട്രി. ബിന്ദു, രേഖ, രശ്മി, കോൺ, ത്രികോണം തുടങ്ങിയ രൂപങ്ങളുടെ നിർമ്മിതിയും അതുമായി ബന്ധപ്പെട്ട തത്വങ്ങളുമാണ് ജ്യാമിതിയിൽ ഉൾപ്പെടുത്തുക. ഈ അടിസ്ഥാന രൂപങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വൃത്തം, ത്രികോണം എന്നിവയുടെ വിസ്തീർണം, വ്യാപ്തം, അവയുമായി ബന്ധപ്പെട്ട സൂത്രവാക്യങ്ങൾ എന്നിവയും ജ്യാമിതിയുടെ പരിധിയിൽപ്പെടും.
മറ്റൊരു ഉപശാഖയാണ് ത്രികോണ ജ്യാമിതി, ട്രിഗ്നോമെട്രി. കോണുകളുടെയും വശങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഗണിതശാഖയാണിത്. മട്ടത്രികോണങ്ങളുടെയും ന്യൂനത്രികോണങ്ങളുടെയും കർണം, ലംബം, പാദം എന്നീ വശങ്ങളുമാണ് ത്രികോണ ജ്യാമിതിയുടെ അടിസ്ഥാനം. ഉയരം, ദൂരം എന്നിവ കണക്കാക്കാനും ഈ ഗണിതശാസ്ത്ര ശാഖ ഉപയോഗിക്കുന്നു. അടുത്ത മറ്റൊരു ഉപശാഖയാണ് കാൽക്കുലസ്, ചരാങ്ക സംഖ്യാഗണിതം. ആധുനിക ഗണിതശാസ്ത്രത്തിൽ പ്രധാനപ്പെട്ടതാണ് കാൽക്കുലസ് എന്ന ശാഖ. ഗണിതശാസ്ത്ര ചരിത്രത്തിലെ വഴിത്തിരിവുകളിലൊന്നാണിത്. സീമകളെയും തുടർച്ചകളെയും അടിസ്ഥാനമാക്കിയുള്ള ഗണിതക്രിയകളാണ് കാൽക്കുലസിൻ്റെ ഉള്ളടക്കം. അത് വളരെ ലളിതമായി പറയുകയാണ്. മറ്റൊരു ശാഖയാണ് സംഖ്യാഗണിതം, നമ്പർ തിയറി. പൂർണ്ണസംഖ്യകളെക്കുറിച്ചുള്ള പഠനമാണ് സംഖ്യാഗണിതത്തിൽ ഉൾപ്പെടുന്നത്. അക്കങ്ങളും ചിഹ്നങ്ങളുമാണ് ഗണിതമെന്ന ഭാഷയിലെ അക്ഷരങ്ങൾ. ഇന്ന് ലോകത്താകമാനം നിലവിലിരിക്കുന്ന 0 മുതൽ 9 വരെയുള്ള 10 അക്കങ്ങൾ കണ്ടുപിടിച്ചത് ഭാരതീയരാണ്. ഓരോ ഭാഷയ്ക്കും അതാതു ലിപികളുണ്ട്. അതുപോലെ ഗണിതത്തിനും ചില ലിപികളുണ്ട്, ചില ചിഹ്നങ്ങളുണ്ട്. ഇൻഡോ അറബ് അക്കങ്ങൾ പോലെ പ്രധാനപ്പെട്ടതാണ് റോമൻ അക്കങ്ങളും. ഈ സമ്പ്രദായത്തിൽ 0-ത്തെ സൂചിപ്പിക്കുന്നതിന് അക്കമൊന്നുമില്ല. 0 എന്ന സംഖ്യ കണ്ടുപിടിച്ചത് ഭാരതീയരാണ്. റോമൻ അക്കങ്ങളുടെ വലിയൊരു പ്രത്യേകത അതിൽ 0 ഇല്ല എന്നുള്ളതാണ്. ഇൻഡോ അറബ് അക്കങ്ങൾ പ്രചാരത്തിലാകുന്ന AD 900 വരെ റോമൻ അക്കങ്ങളാണ് യൂറോപ്പിൽ ഉപയോഗത്തിലിരുന്നത്. ചൈനയിൽ കണക്ക് കൂട്ടുന്നതിന് ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണ് അബാക്കസ്. കണക്ക് കൂട്ടുന്നതിന് സഹായമായ രീതിയിൽ ചരടിൽ മുത്തുകൾ ഉണ്ടാക്കുന്ന ഉപകരണമാണ് അബാക്കസ്. അബാക്കോൺ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് അബാക്കസ് ഉണ്ടായത്. എഴുതപ്പെട്ട രീതിയിലുള്ള സംഖ്യാസമ്പ്രദായം വരുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അബാക്കസ് ഉപയോഗിച്ചിരുന്നു. മെസോപ്പൊട്ടാമിയ, ഈജിപ്റ്റ്, ഗ്രീസ്, പേർഷ്യ, റോം, ചൈന, ഇന്ത്യ, ജപ്പാൻ തുടങ്ങി ലോകത്തിലെ പല സംസ്കാരങ്ങൾക്കും അവരുടേതായ രീതിയിൽ വികസിപ്പിച്ച അബാക്കസുകൾ പ്രചാരത്തിലുണ്ടായിരുന്നു. സ്വാൻ പാൻ എന്ന് അറിയപ്പെടുന്ന ചൈനീസ് അബാക്കസാണ് ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്നത്. ഒരു ചട്ടത്തിനുള്ളിൽ ലംബമായി 17 അവയ്ക്ക് കുറുകെ ഒരു കമ്പിയും ഉറപ്പിച്ച് അവയിൽ 5 വീതം മുത്തുകൾ കോർത്തുണ്ടാക്കിയതാണ് ഇപ്പോൾ പ്രചാരത്തിലുള്ള അബാക്കസിൻ്റെ ഘടന. കുട്ടികളിൽ ഗണിതശാസ്ത്രത്തിലുള്ള താല്പര്യം വളർത്തുന്നതിനും ഗണിതക്രിയകൾ വേഗത്തിൽ ചെയ്യുന്നതിനുമൊക്കെ അബാക്കസ് സഹായിക്കുന്നുണ്ട്. അബാക്കസ് പഠനം തലച്ചോറിൻ്റെ ഇടതും വലതും ഭാഗങ്ങളുടെ വികാസം വേഗത്തിലാക്കുന്നു. അതുവഴി കുട്ടികളിൽ ഗണിതപരമായ മനോഭാവവും മനോനിയന്ത്രണവും ഉണ്ടാകുന്നതായി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അബാക്കസ് ഉപയോഗിച്ചുള്ള ഗണിതശാസ്ത്ര പഠനത്തിൽ ആശയവിനിമയത്തിനും മനക്കണക്കിനും ഊന്നൽ നൽകുന്നതിനാൽ ഭാഷാപരവും യുക്തിപരവുമായ കഴിവുകൾ കുട്ടികളിൽ വളരുന്നു. ഇത് ഗണിതവുമായി ബന്ധപ്പെട്ട ഗണിതമെന്ന ഭാഷയെപ്പറ്റിയുള്ള ചില വിവരങ്ങൾ നിങ്ങളുമായി ഇതിൽ പങ്കുവെക്കുന്നു. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.